അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. ലഗ്നത്തിലാണ് അവരുടെ ശനിയും ചൊവ്വയും ബുധനും സംയോഗം ചെയ്യുന്നത്. ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിന് തക്കവണ്ണമുള്ള ഫലം, പ്രവർത്തിക്ക് തക്കവണ്ണമുള്ള ഫലം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ അത് പ്രയോജനം ചെയ്യും. ഭാവിയിലേക്കത് പല പ്രയോജനങ്ങളും ഉണ്ടാക്കും. വൈകിയേ ഫലം കിട്ടുകയുള്ളൂ. വരുമാനം ഉണ്ട്, അത് അതിൻ്റെ വരുമാനമുണ്ടെങ്കിലും അത് സ്ഥിരമായിട്ടുള്ള വരുമാനത്തിലും ഉലച്ചിലുണ്ടാകും. അതായത് പ്രതീക്ഷിച്ച വരുമാനം അത് മുടങ്ങുന്നതായിട്ടും അനുഭവത്തിലേക്ക് വരാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മാനസിക സംഘർഷം ഒക്കെ കാരണം ക്ഷീണമുണ്ടാവുക, അതുകൊണ്ട് ചില മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബപരമായിട്ട് കുറച്ചുകൂടെ കുടുംബ ബന്ധങ്ങളിൽ കുറച്ചൊരു രമ്യത ഉണ്ടാകും. മറ്റ് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് കുറയുന്നതായിട്ട് കാണാം. എങ്കിലും പല അവസരങ്ങളിലും കുടുംബത്തിലുള്ളവരുമായിട്ട് പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ, അവർക്ക് തന്നെ മനസ്സിലാക്കാൻ, തൻ്റെ സ്വഭാവത്തെ അവർ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതായിട്ടോ, അഥവാ തനിക്ക് മറ്റുള്ളവരെങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതിൻ്റെ ആന്തരാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു ഡയലമയിലേക്ക് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ച് പോകുന്ന കാലമാണ്. അത് ഈ 2.5 വർഷക്കാലം മുഴുവൻ തന്നെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിത്യമായിട്ട് സ്ഥിരമായിട്ട് ശാസ്താവിനെ ഭജിക്കുന്നത് നല്ലതാണ്. ശനിഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ഗ്രഹശാന്തി മുതലായിട്ടുള്ളവ ചെയ്യുന്നത് നല്ലതാണ്. ഇതിലൊക്കെ പുറമെ 4ാം ഭാവത്തിൽ വ്യാഴം ഉണ്ട് എന്നുള്ളത് കൂടി പരിഗണിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നിത്യേന മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെയും മനസ്സിൻ്റെ ഒരു സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല ഫലം ചെയ്യുന്നതാണ്. നമസ്കാരം.